ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന RRB NTPC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ സിലബസും പിന്നെ ഒരു സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, ഓൾറെഡി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ്, ആപ്ലിക്കേഷൻ ഡേറ്റ് എല്ലാം കഴിഞ്ഞതാണ്. നമുക്ക് എക്സാം വരുന്നത് മെയ്യിലാണ്. മെയ് ഓർ ജൂണിലായിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എക്സാം വരുന്നുണ്ടാവുക. ഇത് നമുക്ക് 07/2025 ആണ് ഇപ്പോൾ ഇതിലുള്ള നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 06ൻ്റെ എക്സാമാണ് മാർച്ചിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം വന്നിട്ട് പ്രോബബ്ലി നമുക്ക് മെയ്യിലാകുമ്പോഴാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയുമ്പോൾ ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് പോലെ തന്നെയാണ് ഇവിടെ. ജനറൽ അവയർനെസ്സിന് 40 മാർക്സ് ആണുള്ളത്, മാത്തമാറ്റിക്സ് 30 ആൻഡ് റീസണിങ്ങിന് 30. അപ്പോൾ ടോട്ടൽ വരുന്നത് 100 മാർക്സിലാണ്. നമുക്ക് ടോട്ടലായിട്ടുള്ളത് 100 മാർക്സിനാണ് എക്സാം വരുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് CBT ആണ് 100 മാർക്സിന് ഉണ്ടാവുക. നമുക്ക് മാക്സിമം ടൈം വരുന്നത് 120 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്രൈബിനുള്ള ആൾക്കാർക്കാണ് 120 മിനിറ്റ്സ്, അല്ലാത്തവർക്ക് 90 മിനിറ്റ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. സോ എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കായിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്കിങ്ങിന് പോകുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാം വരുന്നതും CBT തന്നെയാണ്. അതിൽ നമുക്ക് വരുന്നത് 50 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് 50 ഉണ്ടാവും. ആൻഡ് മാത്തമാറ്റിക്സ് 35, റീസണിങ് 35. സെയിം ടൈം തന്നെയാണ് അവിടെയും വരുന്നത്. 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് സ്റ്റേജ് 2 വരുമ്പോൾ 120 ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം CBT 1 വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. CBT 1 രണ്ടും ഒരേ സമയത്താണ് നമുക്കത് ചെയ്യേണ്ടത്. ലൈക്ക് വിത്തിൻ 90 മിനിറ്റ്സ് ആണ് നമ്മൾ രണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേജിന് പ്രിപ്പയർ ചെയ്യാതെ രണ്ടാമത്തെ സ്റ്റേജിനുള്ളതായിട്ട് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം 90 മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ, ഫസ്റ്റ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് 90 മിനിറ്റ്സിൽ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 90 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസും ഒരേപോലെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഫാസ്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പേസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ, ഒരു സ്പീഡ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് മാത്സിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റിന് കൂടുതൽ എടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മളത് ബാലൻസ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ മെയ്യിലാണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിൽ 3 ഹവേഴ്സാണ് ഇപ്പോൾ ഡെയിലി പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ആ ഒരു 3 ഹവേഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അത്ര ടൈമും വേണ്ടി വരില്ല ഓരോ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി അറിയുന്ന പോർഷൻസ് ആയിരിക്കുമല്ലോ അല്ലേ. മാത്സിൻ്റെയും റീസണിങ് പോർഷൻസൊക്കെ ഓൾറെഡി അറിയുന്നതായിരിക്കും. പിന്നെ കറണ്ട് അഫെയർസിൽ അങ്ങനെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്താൽ മതി. പക്ഷെ അതല്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, പ്രോപ്പറായിട്ട് ഇതുവരെ RRBയുടെ NTPC എക്സാം എഴുതാത്ത ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു റുട്ടീനാണ് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സിലബസ് ക്ലിയർ ആയിട്ടിരിക്കുക. സിലബസിൽ ക്ലാരിറ്റി ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്നും നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഐ എം പ്രിറ്റി മച്ച് കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് സബ്ജക്റ്റ്. ഒക്കെ ഇപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്കൊരു മിനിമം എത്ര ക്വസ്റ്റ്യൻസ്, എനിക്കൊരു 20 ക്വസ്റ്റ്യൻസ് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, എൻ്റെ കുറച്ചുകൂടെ വീക്കറായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് GA ആണ്, ജനറൽ അവയർനെസ് ആണ്. അതിൽ നമുക്ക് ജനറൽ അവയർനെസ്സിൻ്റെ സെക്ഷൻ വരുന്ന സമയത്ത് അവിടെ ജനറൽ സയൻസ് ഉണ്ട്. ഓക്കെ, സയൻസ് ഉണ്ട്, പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ലൈക്ക് ഹിസ്റ്ററി ഉണ്ട്, സിവിക്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു പോർഷൻ അറിയുമല്ലോ, നമുക്ക് ഏതിലാണ് പ്രാവീണ്യം നമ്മൾ പറയില്ല അല്ലേ. നമ്മൾ പഠിച്ച ഗ്രാജുവേഷൻ കഴിഞ്ഞത് ഏതിലായിരിക്കും നമുക്കറിയില്ലോ. ചിലവർ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം. ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സയൻസ് എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ജനറൽ സയൻസുള്ള പോർഷൻ എന്തായിരിക്കും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് കമ്പൽസറി ആയിട്ട് വാങ്ങാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സിമ്പിളായിട്ടുള്ള പോർഷൻ വരുന്നത് അബ്രിവേഷൻസ് വരുന്നുണ്ട്, ഷോർട്ട് ഫോംസ് വരുന്നുണ്ട്. അതേപോലെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ UN കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. അത്യാവശ്യം അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജനറൽ അവയർനെസ് ആണ് നിങ്ങളുടെ വീക്കറായിട്ടുള്ള ഏരിയ എന്നുണ്ടെങ്കിൽ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് ആദ്യം എന്ത് ചെയ്യുക, പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ആ പോർഷൻസ് എന്തായാലും ക്ലിയർ ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് റീസണിങ് വരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാത്സ് ആൻഡ് റീസണിങ് ആണ്.
ഓക്കെ, നിങ്ങൾ RRBക്ക് ആണെങ്കിലും വേറെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ എല്ലാം റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു എക്സാം മാത്രമായിട്ട് നോക്കാതെ ഓക്കെ ബാക്കിയുള്ള എക്സാംസിനും കൂടെ എനിക്കിത് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റീസണിങ്ങിനും മാത്സിനും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കാം. ഓക്കെ, ഇതിൽ സിലബസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്സ് അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയണത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാത്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം LCM HCF ഒക്കെ അറിയുന്ന പോർഷൻസ് ആണ്, ഫ്രാക്ഷൻസ് ആണ്, പിന്നെ നമ്പർ സിസ്റ്റംസ് വരുന്നുണ്ട്, ഡെസിമൽ വരുന്നുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ, ഇതെല്ലാം ബേസിക് ആയിട്ട് നമുക്ക് ഓൾറെഡി 10th നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 10th ആ ഒരു പോർഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു റീസണിങ്ങിൽ നമ്മൾ സിലോജിസം, പിന്നെ അതേപോലെ വെൻ ഡയഗ്രാംസ്, പസിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഓക്കെ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ജനറൽ അവയർനെസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ജനറൽ സയൻസിൽ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതിൽ വന്നിട്ട് 10th CBSE പോർഷൻ വരെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം എന്ന് പറയാൻ കാരണം. സോഷ്യലാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു 10th ആ ഒരു ലെവലുള്ളത് വെച്ച് നമ്മൾ നോക്കിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് CBT 1 ഇനി CBT 2 ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ CBT 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി 90 മിനിറ്റ്സിന് 100 ക്വസ്റ്റ്യൻസിന് വെച്ചിട്ടാണ് നമ്മൾ മൈൻഡിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റും ഈ ഒരു സിലബസ് വെച്ച് ഹാൻഡിൽ ചെയ്ത് പോകുമ്പോഴൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് CBT 2 വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 2 90 മിനിറ്റ്സിൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 90 മിനിറ്റ്സിൽ 120 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് വന്നേക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് നമുക്ക് 90 മിനിറ്റ്സിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു മാക്സിമം നമ്മൾ അത്രയും ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ 80 to 85 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ വിചാരിക്കാം. ഓക്കെ, പക്ഷേ നെഗറ്റീവ് മാർക്കുള്ളതുകൊണ്ട് നമ്മൾ അത്രയും ചെയ്യില്ല. എന്നാലും ഞാനത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. CBT 2 വരുന്ന സമയത്ത് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ നമുക്ക് മാത്സിൽ 35 ക്വസ്റ്റ്യൻസും റീസണിങ് 35 ഉണ്ട്. അപ്പോൾ മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് നമ്മൾ CBT 1 എന്താണോ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ പോർഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്, റീസണിങ്ങിൽ വരുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ടഫ് ആവാൻ ചാൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ജനറൽ അവയർനെസ്സിലാണ് പിന്നെ അടുത്തത് വരുന്നത്. അത് 50 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ടോട്ടൽ ഉള്ളത്. ഓക്കെ, സോ 50 ക്വസ്റ്റ്യൻസിൽ നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ സയൻസ് മാത്രം കൊണ്ട് അല്ലെങ്കിൽ UN-ൻ്റെ അബ്രിവേഷൻസോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, വേൾഡ് ഓർഗനൈസേഷൻസിൻ്റെ കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കട്ട് ഓഫ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെയിം പാറ്റേൺ എന്ത് ചെയ്യണം, CBT 2 ഫോളോ ചെയ്യണം. CBT 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, അത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ആ ഒരു പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, CBT 1 വേണ്ടി തന്നെ ആദ്യം പഠിച്ച് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ജനറൽ അവയർനെസ്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് വന്നിട്ടുണ്ടല്ലോ. ഈ ടോപ്പിക്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സയൻസും ലൈഫ് സയൻസും നമ്മൾ എടുക്കണം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ CBT 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ജനറൽ സയൻസും ലൈഫ് സയൻസും നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ എന്താ നോക്കുന്നത്, UN-ഉം പിന്നെ ഓർഗനൈസേഷൻസ്, വേറെയുള്ള ബാക്കി വേൾഡ് ഓർഗനൈസേഷൻസ് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CBT 2 വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്, നമുക്ക് മോണുമെൻറ്റ്സിൻ്റെ കേസസ് വരാം. മോണുമെൻറ്റ്സിനെ കുറിച്ച് ചോദിക്കാം, മോണുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പേജ് നമ്മൾ പറയുമ്പോൾ സിവിക്സിൻ്റെ ആ ഒരു ഇതിൽ ഇന്ത്യൻ പൊളിറ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, കറൻ്റ്ലി ഉള്ള ഗവൺമെൻറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം. ആർട്ടിക്കിൾസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ ആർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, CBT 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ CBT 1 നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, CBT 2 എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അതേപോലെ റീസെൻ്റ് ആയിട്ട് വരുന്ന ഓർഗനൈസേഷൻസ്, ഏതെങ്കിലും പുതിയ ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്, ഏത് ഇയറിലാണ് ഫോം ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ അവയർനെസ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ റീസണിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി സെയിം. നമുക്ക് CBT 1 പറഞ്ഞ പോലെ തന്നെ CBT 2 വരുന്ന ക്വസ്റ്റ്യൻസും ഏകദേശം അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സെയിം ആ ഒരു സെക്ഷൻ തന്നെയാണ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്തായാലും ഇതിനകത്ത് ചോദിക്കും. പിന്നെ സിലോജിസം വരും, അനലിറ്റിക്കൽ റീസണിങ്ങിൽ വരാം,
പിന്നെ നമുക്ക് മെയിനായിട്ട് പറയുവാണെങ്കിൽ വെൻ ഡയഗ്രാം റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ, ഗ്രാഫ് ഇൻ്റർപ്രിട്ടേഷൻ ചോദിക്കാം, ബാർ ഗ്രാഫ് ചോദിക്കാം, പൈ ചാർട്ട് ചോദിക്കാം. ഇതെല്ലാം ബാക്കിയുള്ള ഗവൺമെൻറ് എക്സാംസിനും ചോദിക്കുന്ന അതേ പോർഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് നമുക്ക് എങ്ങനെ ഇത് ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാം തന്നെ ക്ലിയർ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടണമല്ലോ, നമ്മളൊന്ന് ശീലിച്ച് വരണം എന്ന് പറയുമല്ലോ ചില ആൾക്കാർക്ക്. അങ്ങനെയുള്ളവരുണ്ടാവും. ചില ആൾക്കാർക്ക് അത് ആവശ്യമില്ല. അവർ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ RRBയുടെ പോർഷൻസ് നോക്കുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി എന്തും ചെയ്യാം. SSCയുടെ CHSLൻ്റെയും CGLൻ്റെയും ആ ഒരു സിലബസും കൂടെ ഇതിന് സിമിലർ ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ CGLൻ്റെ സിലബസാണ് കുറച്ചുകൂടെ സിമിലാരിറ്റി തോന്നിക്കുന്നത്. പക്ഷേ CGL കുറച്ചുകൂടെ ടഫാണ് ഇതിനേക്കാളും. അപ്പോൾ SSC CGLന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ് RRB NTPC എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഓക്കെ, നമ്മൾ അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ അത്യാവശ്യം അതിന് അത്ര വരില്ല, എന്നാലും സിലബസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 60 ഡേയ്സിന് സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കറൻ്റ്ലി. സോ സ്റ്റഡി പ്ലാനിൽ നമ്മൾ 60 ഡേയ്സ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഡെയിലി ഞാൻ 3 hours ഇതിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ 1 hour എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടും 1 hour റീസണിങ് ആൻഡ് 1 hour ജനറൽ അവയർനെസ്സിൽ സ്റ്റാറ്റിക് GK നമ്മൾ നോക്കണം, കറണ്ട് അഫെയർസ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 3rd hour ആയിട്ടുള്ളത്. ഇപ്പോൾ ബിഗിനേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ 3 hours കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. റൈറ്റ്, നമ്മളിപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ കോളേജ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ PG ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരായിരിക്കാം. സോ അങ്ങനെയുള്ളവർക്ക് ഈ 3 hours കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത്, വീക്കെൻഡ് കിട്ടുന്നത്, ആ ഹവേഴ്സ് അവർ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് നോക്കുക. ഓക്കെ, ഞാനപ്പോൾ അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേറെ പ്രിപ്പയർ ചെയ്ത് തരാം. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതിൽ 3 hours സ്റ്റഡി പ്ലാനാണ് ഉള്ളത് ഫോർ 60 days. ഇത് അത്യാവശ്യം വളരെ നന്നായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് അത്യാവശ്യം പഠിക്കാനും റിവൈസ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈം അതിനകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡെയിലി ഞാൻ പറയുവാണെങ്കിൽ ഫസ്റ്റ് വീക്കിൽ എടുക്കുന്ന സമയത്ത് ഡെയിലി ഓരോ സെക്ഷനും ഓരോ ടോപ്പിക്ക് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഡേ നോക്കുവാണെങ്കിൽ കണ്ടോ, മാത്സ് വരുന്നുണ്ട്, നമ്പർ സിസ്റ്റം, റീസണിങ്ങിൽ അനലോജിയാണ് നോക്കുന്നത്, പിന്നെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്രീഡം സ്ട്രഗിളാണ്. പിന്നെ അതിൻ്റെ കൂടെ കറണ്ട് അഫെയർസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ, നമ്മൾ ഇപ്പോൾ എക്സാം തുടങ്ങുന്നതിന് ഒരു 3-4 months ഒക്കെ മുൻപ് തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് മറന്നു പോകും. നമുക്കത് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടില്ല, മറന്നു പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം വരാം. പക്ഷേ എക്സാമിന് ഒരു 1 month മുമ്പ് അതൊക്കെ അങ്ങനെ നമ്മൾ നോക്കി തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 minutes എടുത്തിട്ട് വായിച്ച് നോക്കാം എന്താണ് മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള, ആ ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വായിച്ച് നോക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അതാണ് ഞാനവിടെ കറണ്ടിന് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ കറണ്ട് അഫെയർസ് നിങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, കാരണം പിന്നീട് നമുക്ക് എന്തായാലും റിവൈസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഡേ 2 വരുന്ന സമയത്ത് നമ്പർ സിസ്റ്റത്തിൻ്റെ തന്നെ നമ്മൾ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ തീരെ മാത്സിൽ ബേസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മളിത് നോക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ഡേയിൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ പ്രോബ്ലംസ് നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, 3rd ഡേയിൽ ഞാൻ മാത്സിൽ നോക്കിയേക്കുന്നത് LCM ആൻഡ് HCF ആണ്. അപ്പോൾ ആ ഡിഫിക്കൽട്ടി ലെവലിനാണ് ഞാൻ വരുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് പിന്നീട് ടഫർ ആയിട്ടുള്ള ടോപ്പിക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡെയിലി നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വേറെ ടോപ്പിക്സ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡേ 2 ജോഗ്രഫി കൊടുത്തേക്കുന്നത്, ഡേ 3 സിവിക്സ് കൊടുത്തേക്കുന്നത്. 4th ഡേയിൽ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സയൻസിൻ്റെ പോർഷൻസ് ആണുള്ളത്. അതിൽ മെയിനായിട്ട് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് എന്തായി, ഏകദേശം എല്ലാ ഏരിയയിലുള്ളതും കുറച്ചൊക്കെ എന്താണ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് അതൊന്ന് ബേസിക്സ് ഒന്നൊന്ന് ഫ്രഷപ്പ് ചെയ്തെടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് കോൺഫിഡൻസ് നമുക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസും കാണുന്നുണ്ട്. സെക്കൻഡ് വീക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ആ ഒരു ഫസ്റ്റ് വീക്കിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് വീക്കിൽ വീക്കെൻഡ് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഫ്രഷപ്പ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മോക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഡേ 7 ഫുള്ളായിട്ട് വെച്ചേക്കുന്ന റിവിഷന് വേണ്ടിയിട്ടാണ്. ഒരു റിവിഷൻ പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് എന്തായാലും അന്ന് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഏതാ പഠിക്കുന്നത്, നമ്പർ സിസ്റ്റം പഠിക്കുന്നുണ്ട്,
അല്ലേ? അപ്പോൾ നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അതിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കണം എന്നൊന്നുമില്ല. കാരണം നമ്പർ സിസ്റ്റം ആണെങ്കിലും LCM HCF ആണെങ്കിലും മാത്സ് ആണല്ലോ, നമുക്കപ്പോൾ അറിയാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരിക എന്നുള്ളത്. സോ മാത്സിൽ ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റബിൾ ആണ്. ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ. അങ്ങനെ അപ്പോൾ മോക്ക് ടെസ്റ്റ് അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. മിനിമം ഞാൻ 50 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയേക്കുന്നത്. 50 to 100 നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, സെക്കൻഡ് ഡേയിലും അതേപോലെ തന്നെയാണ്, സെക്കൻഡ് വീക്കിലും അതേപോലെ തന്നെയാണ് ഞാൻ പ്ലാൻ കൊടുത്തേക്കുന്നത്. വീക്കെൻഡിൽ മോക്ക് ടെസ്റ്റ്. ഓക്കെ, തേർഡ് വീക്കിലും നിങ്ങൾ തേർഡ് വീക്ക് വരെ നമ്മൾ ഓരോ സെക്ഷൻ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ മാത്രം മോക്ക് ടെസ്റ്റാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഫോർത്ത് വീക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹാർഡ് കോപ്പി എടുത്ത് വെക്കുക. സോഫ്റ്റ് കോപ്പി അല്ല, ഹാർഡ് കോപ്പി. നിങ്ങൾ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് ആ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ, അത് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ടൈം നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഫസ്റ്റ് ആ ഒരു മന്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ടൈമിനെ കുറിച്ച് ആലോചിക്കാതെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നുള്ളത് നോക്കുക. ഓക്കെ, വീക്ക്ലി നിങ്ങൾ സെക്ഷണൽ മോക്ക് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൾജിബ്രയുടെ പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾ ആൾജിബ്ര മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെക്ഷൻ മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീക്ക്ലി നമ്മൾ ടൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അവസാനം വീക്ക് 4ൻ്റെ സമയത്തുന്ന സമയത്ത് ഫസ്റ്റ് മന്തിൽ വീക്ക് 4ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. അടുത്ത ഫേസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, 30 days കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം നമുക്ക് ഓൺലൈനിൽ കാണുന്ന മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും അതേപോലെ മോക്ക് പേപ്പേഴ്സ് കുറേ കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അതിൽ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം കൺസ്ട്രെയിനകത്ത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണോ നോക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ മാർക്കിംഗ്, എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഡേ 1 നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ സ്റ്റഡി പ്ലാനർ ഉണ്ടെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒരു ടിക്ക് ഇട്ട് പോവാം. അപ്പോൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുമല്ലോ. 1 month കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സെക്ഷണൽ മോക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സെക്ഷണൽ മോക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനറൽ അവയർനെസ്സിന് മോക്ക് ഉണ്ടാവുമല്ലോ, അതൊന്ന്. സെക്കൻഡ് എന്തായിരിക്കും, നെക്സ്റ്റ് നമുക്ക് മാത്സിന് മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യുക. തേർഡ് റീസണിങ്ങിൻ്റെ മോക്ക് സെപ്പറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാർക്ക് എഴുതി വയ്ക്കുക. ഇപ്പോൾ GA നമ്മളിപ്പോൾ എത്ര അറ്റൻഡ് ചെയ്തു, ഫോർ എക്സാമ്പിൾ ഒരു 10 questions മാത്രമാണ് ആദ്യത്തെ ഫസ്റ്റ് മന്തിൽ നമ്മൾ അത്ര പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. മാത്സ് വന്നിട്ട് ഒരു 15 questions, റീസണിങ്ങും ഒരു 15 questions അറ്റൻഡ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ എത്രയാണ്, ഫസ്റ്റ് മന്തിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആകെ അറ്റൻഡ് ചെയ്തേക്കുന്നത്. 30 and 40 questions അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 100. അപ്പോൾ സെക്കൻഡ് മന്തിൽ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ സെക്ഷണൽ മോക്കിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫുള്ള് നമ്മൾ എന്താ ചെയ്യണത്, പ്രാക്ടീസ് ടെസ്റ്റുകളാണ് ചെയ്യണത് അല്ലേ. മൊത്തം പ്രാക്ടീസ് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ കാണണം. ഓക്കെ, സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ 30 days അവിടെ കഴിഞ്ഞല്ലോ. ഓൾറെഡി 20 days കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. 20 days ഒക്കെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ PYQ ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 21st അല്ലെങ്കിൽ 22nd day ഒക്കെ വരുന്ന സമയത്ത് ഈ 40 എന്നുള്ളത് മെല്ലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു 42, 43 എന്നുള്ള രീതിക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യാം. 30 days കഴിയുന്ന സമയത്ത് മിനിമം 55 questions നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, മിനിമം 55 questions. അങ്ങനെയാണെങ്കിൽ ഈ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ മോക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങൾ മോക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് പഠിച്ചിട്ടും കൂടെ ഉണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പഠിക്കണം. എവിടെയാണ് തെറ്റ് പറ്റിയേക്കുന്നത് എന്നുള്ളതും എല്ലാം അങ്ങനെ പഠിച്ചു പോകണം. കാരണം കറക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ. നോട്ട്സ് ഇപ്പോൾ കുറേയൊക്കെ നോട്ട്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സോഫ്റ്റ് കോപ്പി എന്നുള്ളത് അത് വെക്കുന്നതിന് പകരം ഹാർഡ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. അരിഹൻറ്റ് എന്ന് പറയുന്ന പബ്ലിഷർ ഉണ്ട്. അരിഹൻറ്റ് അവരുടെ NCERTയുടെ തന്നെ അവർ ബുക്സ് റിലീസ് ചെയ്തിട്ടുണ്ടാകും. NCERTയുടെ തന്നെ പോളിറ്റിയുടെ ബുക്സ് ഉണ്ട്, ഹിസ്റ്ററി ബുക്സ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് എനിക്ക് റേറ്റ് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയ സമയത്ത് അത് 500 something ആയിരുന്നു എൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് കോംബോ ആയിട്ട് കിട്ടും, 3 ബുക്കായിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതൊന്ന് വാങ്ങി വെച്ചാൽ തന്നെ എളുപ്പമാണ്. അതിൽ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ഉണ്ട്.
ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് നമുക്ക് യൂട്യൂബ് കണ്ടിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. ഒരു 1 month ഒക്കെ കോച്ചിങ്ങിന് പോയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് അറിയും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ NCERTയുടെ അരിഹൻറ്റ് എന്ന് പറയുന്ന പബ്ലിഷറിൻ്റെ ബുക്കാണ് എടുക്കേണ്ടത് കേട്ടോ. ബട്ട് അതിൽ 10th ബേസിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതെടുത്തതിന് ശേഷം സ്റ്റാറ്റിക് GK നിങ്ങൾക്കും സെയിം തന്നെ പബ്ലിഷർ അരിഹൻറ്റ് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പബ്ലിഷേഴ്സും ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഇതാണെന്ന് മാത്രം, അതുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ബുക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഹാർഡ് കോപ്പി ഒരു ബുക്ക് വയ്ക്കുക. വേറെ കറണ്ട് അഫെയർസിന് വേണ്ടി മാത്രം കയ്യിലൊരു ബുക്ക് എടുത്ത് വയ്ക്കുക. ഓക്കെ, കാരണം എക്സാമിൻ്റെ 1 മാസം മുമ്പ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർസിലും കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. ഇതിനൊരു നോട്ട് ബുക്ക് തന്നെ കൈ വയ്ക്കുക. 3rd ബുക്ക് മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വയ്ക്കുക. അതിൽ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ തെറ്റ് ചെയ്തേക്കുന്നത് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും എഴുതിയിട്ട് കറക്റ്റ് എക്സ്പ്ലനേഷനോടെ അവിടെ താഴെ എന്ത് ചെയ്യുക, എന്താണ് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് എഴുതിയിട്ട് ആ ഒരു ബുക്ക് അവിടെ ഹാൻഡിൽ ചെയ്ത് വെക്കുക, മിസ്റ്റേക്ക് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ടാവണം, ആൻസറും എഴുതിയിട്ടുണ്ടാവണം വിത്ത് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾ ഏത് റോങ് ആൻസർ ആണ് എഴുതിയെന്ന് അവിടെ എഴുതരുത്. കറക്റ്റായിട്ട് ഏതാ കറക്റ്റ് ആൻസർ എന്ന് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഏത് റോങ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെന്ന് ഒരിക്കലും അവിടെ എഴുതരുത്. കാരണം നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പോലെയാണത്. ഓക്കെ, ഇപ്പോൾ ഈ മിസ്റ്റേക്ക് ബുക്ക് എന്തിനാന്ന് പറഞ്ഞാൽ എക്സാമിന് 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ആ ബുക്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതേ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മിസ്റ്റേക്ക് ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറയുന്നത്. സോ ബിഗിനേഴ്സിന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നോട്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റഡി പ്ലാൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ഇത് ഡെയിലി പ്ലാനാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതേപോലെ ഈ ഒരു ഡെയിലി പ്ലാൻ ട്രാക്കർ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് ഓൾറെഡി ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും RRBയുടെ എക്സാംസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് അവർക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ അറിയാനായിട്ട് താല്പര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേറെ ചാനലാണ്, SSC RRB ബാങ്ക് കോച്ചിങ് ഉള്ളവർക്ക് വേറൊരു ചാനലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് റീസെൻ്റ്ലി. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാംസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി RRB ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞത് RRB ഗ്രൂപ്പ് Dയുടെ ആണ്. ഇനി അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നും ഇനി വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസ് അടുത്തതായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരൊന്ന് ഇത് എഴുതിക്കൂടെ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.